നമസ്കാരം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പഠിച്ചത്. ബോട്ടണിയുടെ അത്ര വലിയ ഇമ്പോർട്ടന്റ് പാർട്സ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 11 ചാപ്റ്ററുകളാണ്. ബയോളജി ടോട്ടലായിട്ട് 22 ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ഇയറിലാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഇയറിൽ ആകെ മൊത്തം 16 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ 8 ചാപ്റ്റർ ബോട്ടണിയിലുള്ളൂ, 8 സുവോളജി. അതുപോലെ ഇവിടെ 22 ചാപ്റ്ററാണ്. 22 ചാപ്റ്ററിൽ 11 ചാപ്റ്റർ ബോട്ടണി, 11 ചാപ്റ്റർ സുവോളജി, അങ്ങനെ പഠിക്കും. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ് പഠിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല നമ്മുടെ പ്ലസ് 2 ബോട്ടണി സുവോളജി എന്നുള്ള പോർഷനൊക്കെ. പ്രത്യേകിച്ച് സുവോളജി അല്ല, ബോട്ടണി ഇച്ചിരി പ്രയാസം വരുന്ന ഒരു ചാപ്റ്ററുകളാണുള്ളത്. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിച്ചു പോവാം. നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ട്യൂഷൻ സെന്ററാണ്. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അത് നിങ്ങൾ ചോദിക്കണം. സംശയമുള്ള ഭാഗങ്ങൾ അതത് സാറന്മാരെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ക്ലിയർ ചെയ്യാം, അത്രയ്ക്ക് എളുപ്പമാക്കാം. കാരണം നമുക്ക് ഈ ചാപ്റ്ററുകളിൽ ഞാൻ ബോട്ടണി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാ ചാപ്റ്ററുകളും ഒന്നും പറഞ്ഞില്ല. നമുക്ക് ആ ചാപ്റ്റേഴ്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഒന്ന്, ആദ്യത്തെ ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ ചാപ്റ്ററിനെ പറ്റി നമ്മൾ അത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ജീവികളെ തരംതിരിക്കുന്ന, വർഗീകരണം ചെയ്യുന്ന ഒരു ശാഖയുണ്ട്. ടാക്സോണമി എന്നാണ് അതിന്റെ പേര്. ടാക്സോണമി ചാപ്റ്ററിലേക്ക് വരെ പറയാം. ആ വർഗീകരണ ശാസ്ത്രത്തെ പറ്റിയുള്ള പഠനമാണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ ജസ്റ്റ് പേര് മാത്രം പഠിച്ചു. അതാണ് 8ാം ക്ലാസ്സിലോ മറ്റമാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ജീവലോകത്തെ 5 ലോകങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ എന്നിങ്ങനെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. ഇത് ആ തരംതിരിക്കലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, തരംതിരിക്കലിലെ ആദ്യത്തെ 3 കിങ്ഡം, നമ്മളെ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ എന്നിങ്ങനെയുള്ള 3 കിങ്ഡത്തെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്ലാന്റ് കിങ്ഡത്തെ പറ്റി വേറൊരു ചാപ്റ്റർ ഉണ്ട്. അതാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ. അപ്പൊ നോക്കും, അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡം അറിയാലോ, അത് ജന്തുശാസ്ത്രമാണ്. അപ്പൊ എവിടെ പഠിക്കണം? സുവോളജി. അപ്പൊ സുവോളജിയിലെ 2ാമത്തെ ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. അങ്ങനെ ഈ 5 കിങ്ഡങ്ങളെയാണ് നമ്മൾ തുടക്കത്തിലെ ചാപ്റ്ററുകളിലെല്ലാം പഠിക്കുന്നത്. അപ്പൊ 2ാമത്തെ ചാപ്റ്റർ നമുക്ക് ബയോളജിയിലെ ബോട്ടണിയിലെ 2ാമത്തെ ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന 2ാമത്തെ ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം. ആക്ച്വലി ഈ 2 ചാപ്റ്ററുകളും വളരെ പഠിക്കാൻ അല്പം പ്രയാസമായിരിക്കാം. കാരണം കുറെ വാക്കുകൾ നമ്മൾ പുതുതായിട്ട് കേൾക്കണം. ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാവുമ്പോൾ അതിനല്പം പ്രയാസം നമുക്ക് തോന്നിയേക്കാം, സ്വാഭാവികം. എന്ന് കരുതി ആരും പേടിക്കണ്ട. ഇത് എക്സാമിന് വളരെ കൂടുതൽ മാർക്കുകൾ ചോദിക്കുന്ന ചാപ്റ്ററുകളല്ല. 1 1.5 മാർക്ക്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. അത് മാത്രം കെയർഫുൾ ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം പഠിപ്പിക്കണമെന്നല്ല, പഠിപ്പിക്കും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞുതരാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും ഉറപ്പായിട്ടും. അത് മാത്രം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ചു വിടണം. കാരണം എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകളാണ്. നീറ്റിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഇതിൽ നിന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് അതിന്റെ ഫിഗേഴ്സ് എല്ലാം നന്നായിട്ട് വായിച്ചു പഠിക്കണം. അപ്പൊ ടെക്സ്റ്റ് നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല. എന്നാലും നമുക്ക് അത് ഡൗൺലോഡബിൾ ഫോമിൽ ഇന്റർനെറ്റിലുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇന്റർനെറ്റിലൂടെയാണ് ഈ വീഡിയോസ് കാണുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമുക്കത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ +1 NCERT +1 ബോട്ടണി ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ തന്നെ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കിട്ടും. എന്നിട്ട് നമ്മൾ പഠിച്ച ഭാഗം, വളരെ കുറച്ച് ഭാഗങ്ങളെ പഠിക്കുന്നുള്ളൂ, ആ ഭാഗങ്ങളൊന്ന് ടെക്സ്റ്റ് വായിക്കണം. ഉറപ്പായിട്ട് ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അങ്ങനെ ഉറപ്പായി ടെക്സ്റ്റ് വായിക്കുന്ന കുട്ടികൾക്ക് എല്ലാ എക്സാമുകളും, കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഉൾപ്പെടെ എല്ലാ എക്സാമുകളും പാസ്സാവാൻ പറ്റും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് പഠിക്കുന്നതും കൂടെ പഠിക്കും. അപ്പൊ ഈ ചാപ്റ്ററുകൾ 2 അല്പം ബോറ് ചാപ്റ്ററുകളാണ്. ചിലപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ തന്നെ നിങ്ങൾ വെറുത്തു പോകാൻ ചാൻസ്.
അതെനിക്ക് ഒരുപാട് വർഷത്തെ അനുഭവമുണ്ട്. കാരണം പല സ്കൂളുകളിലും ചാപ്റ്റർ തുടങ്ങുന്നത് സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ചാപ്റ്റർ തുടങ്ങുന്ന മൂന്നാമത്തെ ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. നമ്മളിനി എഴുതാം സസ്യങ്ങളുടെ പുറമേ ഉള്ള ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെ പറ്റിയുള്ള പഠനമാണ് മോർഫോളജി. അത് പുറമെ പൊതുവെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ്. അപ്പൊ ആ ചാപ്റ്റർ തൊട്ടാണ് മിക്കവാറും സ്കൂളുകളിൽ തുടങ്ങുന്നത്. പക്ഷേ ആ ചാപ്റ്ററിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ഈ 2 ചാപ്റ്ററുകൾ പഠിച്ചേ പറ്റൂ, എങ്കിലേ അതിന്റെ ബേസ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ വർഷവും പഠിപ്പിച്ചു തുടങ്ങുന്നത് ഈ 2 ചാപ്റ്ററിനാണ്. പക്ഷേ ഈ ചാപ്റ്റർ 3 ചാപ്റ്റർ കൊണ്ടായിരിക്കാം ആദ്യം ചിലപ്പോ കുട്ടികൾക്കൊരു വിഷമം, സാറേ ഭയങ്കര പാട് ബോട്ടണി പഠിക്കുക എന്നൊക്കെ പറയാറ്. ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ പറഞ്ഞില്ലേ ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അല്ല ഈ 2 ചാപ്റ്റർ. പക്ഷെ ഇത് പഠിച്ചാലേ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്ററിന് ഒരു ബേസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം മുതലേ തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ തുടങ്ങാം. പക്ഷെ എന്റെ മനസ്സത് അനുവദിക്കുന്നില്ല. കാരണം ബോട്ടണി പഠിക്കുമ്പോൾ അതിന്റെ ബേസ് പഠിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കാം ഏറ്റവും. അത് ഏത് വിഷയമായാലും ബോട്ടണി എന്നല്ല ഏത് വിഷയമായാലും അതിന്റെ ബേസ് പഠിച്ചിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാം. നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കാം. ഇപ്പോഴത്തെ കാര്യം ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് കോൺവെർസേഷനിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോ മക്കളെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഏതാണ് മൂന്നാമത്തെ ചാപ്റ്റർ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. ഫ്ലവറിംഗ് പ്ലാന്റ്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടോ പ്ലാന്റ് കിങ്ഡം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡങ്ങളുണ്ട്. അതിൽ 4ാമത്തെ കിങ്ഡമാണ് പ്ലാന്റ് കിങ്ഡം. നമ്മൾ ബോട്ടണിയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും പ്ലാന്റ് കിങ്ഡത്തെ പറ്റി വിശദമായി പഠിക്കണം. ആ പ്ലാന്റ് കിങ്ഡത്തിൽ 5 ഡിവിഷനുകളുണ്ട്. കിങ്ഡം കഴിഞ്ഞാൽ വരുന്ന ഡിവിഷനാണ് സുവോളജി അത് പഠിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ. അത് ഒരു ഭാഗം സുവോളജിയിലാണ്. ആ പ്ലാന്റ് കിങ്ഡത്തിന്റെ 5 ഡിവിഷനുകളാണ് ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോം, ആൻജിയോസ്പോംസ്. പഠിക്കാം. അതിൽ ആൻജിയോസ്പോം എന്ന് പറഞ്ഞ ചെടികളുടെ മറ്റൊരു പേരാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പുഷ്പിക്കുന്നവ, സപുഷ്പികൾ എന്നൊക്കെ പറയും മലയാളത്തിൽ. മറ്റു ചെടികളെ നമ്മൾ പുഷ്പിക്കാത്തവയാണ്, പൂക്കളില്ല മറ്റുള്ളവയ്ക്കൊന്നും. അപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വികാസം പ്രാപിച്ചിട്ടുള്ള സസ്യങ്ങളാണ്. ജന്തു ലോകത്തിൽ മനുഷ്യൻ എത്രത്തോളം വികസിതമാണോ അതുപോലെ സസ്യലോകത്തെ വികസിതമായ ജീവികളാണ് ഏത് സസ്യങ്ങൾ, പ്രത്യേകിച്ചും പുഷ്പിക്കുന്ന സസ്യങ്ങൾ അഥവാ സപുഷ്പികൾ അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ആ 5 സസ്യലോകങ്ങളെ പറ്റി പഠിക്കും. 5 സസ്യലോകങ്ങളുടെയും പ്രത്യേകത. ആൽഗയിൽ നിന്നും ബ്രയോഫൈറ്റുകൾ, അതിൽ നിന്നും ടെറിഡോഫൈറ്റ്, ഇത് ജിംനോസ്പോം. അത് എവല്യൂഷന്റെ ഓർഡറാണ്. ലോകത്താദ്യം ഉണ്ടായ സസ്യങ്ങളാണ് ആൽഗകൾ, പായലുകൾ. അവയിൽ നിന്ന് ബ്രയോഫൈറ്റുകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താണ് ഈ ഭിത്തിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെടികളില്ലേ, മോസസ് എന്ന് പറയും, അവയുണ്ടായി. അവയിൽ നിന്നും നമ്മുടെ പന്നൽ ചെടികൾ അഥവാ നമ്മുടെ കയ്യിൽ അടിച്ച് പതിപ്പിക്കുന്ന ഒരു അടയാളം വരുമല്ലോ, പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അതാണ് പന്നൽ ചെടികൾ അഥവാ ഫേർഡ്സ്, ടെറിഡോഫൈറ്റുകൾ എന്ന് വിളിക്കും. ജിംനോസ്പോംസ് ആണ് സൈക്കസ് മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ ഉൾപ്പെടുന്നത്. പൈൻ മരങ്ങൾ നമുക്കറിയാം, ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോയ പൈൻ മര തോട്ടങ്ങളുണ്ട്. ഇവയൊക്കെ നമ്മുടെ എന്താണ് ജിംനോസ്പോം ചെടികളാണ്. എന്നാൽ അവസാനം വരുന്ന ആൻജിയോസ്പോമുകളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സപുഷ്പികൾ, പുഷ്പിക്കുന്നവ. അപ്പൊ അത് അത്രയും പഠിച്ച് നമ്മൾ അവസാനം ആൻജിയോസ്പോമിലെത്തും. നോക്കുക, അടുത്ത ചാപ്റ്റർ കണ്ടോ? പിന്നെ നമ്മൾ പഠിക്കുന്ന മുഴുവൻ എന്തിനെ പറ്റിയാണ്? ആൻജിയോസ്പോമിനെ പറ്റിയാണ്. ഇനി നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്ക്, ഇത് ഈ ഓർഡറിൽ തന്നെ അല്ലേ പഠിക്കേണ്ടത്? പ്ലാന്റ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ജീവികളെ തരംതിരിച്ചിരിക്കുന്നു. അത് മൊണീറ എന്ന്, പ്രോട്ടിസ്റ്റ എന്നും, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. മൊണീറ ബാക്ടീരിയകളുടെ ലോകം, പ്രോട്ടിസ്റ്റ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം. പ്രോട്ടോസോമ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അമീബ, പാരമീസിയം ഒക്കെയാണ്. അവൾ വരുന്ന ലോകമാണ് പ്രോട്ടിസ്റ്റ. 3 ഫംഗസ് കിങ്ഡം, ഫംഗൈ, ഫംഗസുകളുടെ ലോകം, കുമിളുകളുടെ ലോകം. 4 പ്ലാന്റ് കിങ്ഡം, സസ്യങ്ങളുടെ ലോകം. 5 അനിമൽ കിങ്ഡം, ജന്തുലോകം. അതാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തെ പറ്റി, പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ബോട്ടണിയാണ് പഠിക്കുന്നത്. അപ്പൊ ബോട്ടണിയിലെ എല്ലാ സസ്യങ്ങളെ പറ്റിയും നമുക്ക് അറിവ് വേണം. ആ അറിവ് തരുന്ന ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം.
എന്നാൽ ഈ 5 ഡിവിഷനുകളിൽ ഏറ്റവും വികസിതമായ സസ്യങ്ങളാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അഥവാ സപുഷ്പികൾ. അപ്പൊ അവയെ പറ്റി പിന്നെ നമ്മൾ അതിനെ പറ്റിയാണ് പഠിക്കുന്നത്. നിങ്ങൾ സുവോളജിയിലും ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. സുവോളജിയിലെ അനിമൽ കിങ്ഡത്തിൽ പറയുന്നത് പലതരത്തിലുള്ള ഫൈലങ്ങളാണ്. ആ ഫൈലത്തിൽ അവസാനം വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞ നട്ടലുള്ള ജീവികളിലേക്കുണ്ട്. അവരിൽ പ്രധാനികളാണ്, ഏറ്റവും വികസിതമാണ് മനുഷ്യർ. മാമൽസിലും ഏറ്റവും വികസിതരാണ് മനുഷ്യർ, ഹ്യൂമൻ ബീങ്സ്. പിന്നെ നമ്മൾ പഠിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ഉള്ളിലുള്ള പല ടൈപ്സ് ടിഷ്യൂസ് അഥവാ കലകളെ പറ്റിയും മനുഷ്യന്റെ ജീവൻ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ പഠിച്ച് എവിടെ എത്തി? പ്ലാന്റ് കിങ്ഡത്തിലെ ആൻജിയോസ്പോർസ് അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെത്തി. പിന്നെ പഠിക്കുന്ന മുഴുവൻ എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ആ സവിശേഷതകളെ പറ്റിയാണ് പിന്നീട് പഠിക്കുന്നത്. ക്ലിയർ ആയിരുന്നു? അപ്പൊ നോക്കാം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് മൂന്നാമത്തെ ചാപ്റ്റർ. ആ പേര് പോലെ തന്നെ മോർഫോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ബാഹ്യഘടനയെ പറ്റിയുള്ള പഠനമാണ് മോർഫോളജി. അപ്പം ചെടികളുടെ ബാഹ്യഘടന എന്ന് പറയുമ്പോൾ അറിയാം, അതിന്റെ ഇലകൾക്ക് വ്യത്യാസങ്ങളുണ്ട്, സ്റ്റെമ്മിന് വ്യത്യാസമുണ്ട്, ചിലത് ശാഖകളുണ്ട്, ചിലത് ശാഖകളില്ല, അല്ലെ? ചിലത് ഹോളോ സ്റ്റെമ്മാണ്, ചിലത് സോളിഡ് സ്റ്റെമ്മാണ്. നമുക്കറിയാം പിന്നെ ഈ മുളയൊക്കെ അകത്ത് ഹോളാണ്. എന്നാൽ നമ്മൾ പിന്നെ മാവ് പ്ലാവൊക്കെ വെട്ടിയതിനകത്ത് ഹോളില്ല, പകരം ഫുള്ള് സോളിഡാണ്. അപ്പൊ ഇതേപോലുള്ള സ്റ്റെമ്മിന്റെ സവിശേഷത, വേരുകളുടെ സവിശേഷത, ഇവയൊക്കെ പുറമെയുള്ള അപ്പിയറൻസ് നമ്മൾ കാണുന്നതല്ലേ, പൂക്കൾ, അവയെ പറ്റിയൊക്കെ പഠിക്കണം. അതാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് പ്ലാന്റ്സ് ഓർ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ്, സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ്. പിന്നെ നമ്മൾ നാലാമത് പഠിക്കുന്ന ചാപ്റ്ററാണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി പുറമേ ഉള്ള ചാപ്റ്ററെങ്കിൽ അനാട്ടമി എന്ന് പറഞ്ഞാൽ ആണ് അനാട്ടമി ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റിയുള്ളതാണ്. ഇന്റേണൽ സ്ട്രക്ചർ മീൻസ് അകത്തുള്ള വസ്തുക്കളുടെ, അല്ലെങ്കിൽ അകത്തുള്ള വസ്തുക്കളല്ല, അകത്തുള്ള ഘടനയെ പറ്റിയുള്ളത്. ഇപ്പൊ നമ്മുടെ അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയ ഹാർട്ട്, ലങ്സ്, ഇവയൊക്കെ പറ്റി പഠിക്കുന്നതാണ് നമ്മുടെ അനാട്ടമി. പക്ഷെ പ്ലാന്റ്സിൽ അങ്ങനെ വെട്ടി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ ഹാർട്ടോ ലങ്സോ ഒക്കെ ഉണ്ടോ? ഇല്ല. പകരം അവിടെ കുറെ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. ടിഷ്യൂസ് പാരൻ കെയ്മ, കോളൻ കെയ്മ, സ്ക്ലെറൻ കെയ്മ, സൈലം, ഫ്ലോയം, ഇതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളല്ലേ? ഇവയെ പറ്റിയുള്ളത്. അപ്പൊ ഈ ടിഷ്യൂസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ആ ടിഷ്യൂസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ അനാട്ടമി എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ക്ലിയർ ആയി? നമ്മള് അടുത്ത 5ാമത്തെ ചാപ്റ്ററാണ് എന്താണ്? സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കോശത്തെ പറ്റി. സെൽ അഥവാ കോശം, ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് സെൽസ്. ഫോർ എക്സാമ്പിൾ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെൽ ആർ ബാക്ടീരിയ, ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ വരുന്ന സെല്ലുകളാണ് പ്രോകാരിയോട്സ്. ഡു നോട്ട് പോസസ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. വ്യക്തമായ മർമ്മമില്ലാത്തവരാണ് പ്രോകാരിയോട്ടുകൾ. എന്നാൽ വ്യക്തമായ മർമ്മം ഉള്ളവരെ, ന്യൂക്ലിയസ് ഉള്ളവരെ യൂകാരിയോട്സ് എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു തരംതിരിക്കൽ അവിടെ പഠിക്കുന്നു. എന്നിട്ട് ഓരോ ജീവി, ഓരോ സെല്ലുകളിലും, പ്രോകാരിയോട്ടിക് സെല്ലുകളിലും യൂകാരിയോട്ടിക് സെല്ലിലും അകത്തുള്ള വസ്തുക്കൾ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കും. എന്നാൽ വ്യക്തമായ സെൽ ഓർഗനൽസ് ഒന്നും, കോശാംഗങ്ങളൊന്നും പ്രോകാരിയോട്ടുകൾക്കില്ല, ബാക്ടീരിയകൾക്കില്ല, റൈബോസോം ഒഴികെ. ബാക്കി യൂകാരിയോട്ടുകൾ എടുത്താൽ നമുക്കറിയാം റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മ റെട്ടിക്കുലം, ലൈസോസോം എന്നിങ്ങനെ ഒട്ടനവധി കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് ഉണ്ട്. ഇവയെ പറ്റി മൊത്തം നമ്മൾ പഠിക്കും ഇവിടെ സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ. അതും വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഈ പറഞ്ഞ 3 ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, ആദ്യത്തെ 2 അത്ര ഇമ്പോർട്ടന്റ് ആണ്. 6ാമത്തെ ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അതായത് സെൽ സൈക്കിൾ, കോശചക്രം. സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ, കോശചക്രം എന്ന് പറയുമ്പോൾ ഒരു സെല്ല് വളർന്ന് വലുതായി വിഭജിച്ച് 2ആയിട്ട് മാറുന്നു. വീണ്ടും ഈ 2 സെല്ലുകൾ വളർന്ന് വലുതായി വിഭജിച്ച് 4 ആവുന്നു. 4 വളർന്ന് വലുതായി വിഭജിച്ച് 8 ആവുന്നു. ഇങ്ങനെ ഇരട്ടിക്കുന്ന പ്രക്രിയ, അതാണ് സെൽ സൈക്കിൾ. ആ സെൽ ഡിവിഷനിലൂടെയാണ് അത് പുതിയ സെല്ലുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. 2 തരം സെൽ ഡിവിഷനുകളുണ്ട്. ഒന്ന് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം, മിയോസിസ് അഥവാ ഊനഭംഗം എന്നിങ്ങനെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്രമഭംഗം, ഊനഭംഗം. മൈറ്റോസിസിലെ ക്രോമസോം നമ്പറുകൾ എത്രയാണോ അതേപോലെ പോകും. ഉദാഹരണത്തിന് നമ്മുടെ ക്രോമസോം നമ്പർ 46 ആണ്.
അപ്പോൾ 46 ക്രോമസോമുള്ള ഒരു കോശം, ഒരു സെൽ ഡിവൈഡ് ചെയ്താൽ 46 വീതമുള്ള 2 കോശങ്ങളാണ്. അവർ ക്രമമായിട്ട് പോകുന്നു. 46 ആയിട്ട് പോകുന്നതുകൊണ്ട് അതിന്റെ ഇക്വേഷണൽ ഡിവിഷൻ, ക്രമഭംഗം എന്നൊക്കെ പറയും. എന്നാൽ രണ്ടാമത്തെ ഡിവിഷനാണ് മയോസിസ്. മിയോസിസ് എന്ന് പറയുമെങ്കിലും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മയോസിസ് ആണ്, MEIOSIS. ആ ഡിവിഷനിൽ ഒരു കോശം വിഭജിച്ച് 4 കോശങ്ങളോ, മറ്റൊരു ഒരു വിഭജിച്ച് 2 ആവുന്നു. പക്ഷെ ഇവിടെ ഒരു കോശം വിഭജിച്ച് ഒരു സെൽ ഡിവൈഡ് ചെയ്ത് 4 സെല്ലുകളാവുന്നു. പക്ഷെ 4 സെല്ലുകളിലും പകുതി വീതം ക്രോമസോമേ കാണത്തുള്ളൂ. ഇപ്പൊ 46 ഉള്ള ഒരു കോശം വിഭജിച്ചാൽ 23 ക്രോമസോം വീതമുള്ള 4 സെല്ലുകൾ ഉണ്ടാവുന്നു. ആ ഡിവിഷനാണെന്ന് മയോസിസ്. അതാണ് നമ്മുടെ ഗമീറ്റുകൾ അഥവാ ലിംഗകോശങ്ങൾ ആയ സ്പേമും എഗ്ഗും ബീജവും അണ്ടവും എന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഉണ്ടാകുന്ന ഡിവിഷനാണ് മയോസിസ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ 2 ഡിവിഷനുണ്ട്. മൈറ്റോസിസ് വഴിയാണ് നമ്മുടെ സെല്ലുകൾ ഇൻക്രീസ് ചെയ്തത്, നമ്മൾ വളർന്നത്. എന്നാൽ മയോസിസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ റീപ്രൊഡക്ഷൻ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെല്ലുകളായ ബീജവും അണ്ടവും ഉണ്ടാവുന്ന, അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് സ്പേമും എഗ്ഗും ഉണ്ടാവുന്ന പ്രോസസ്സാണ് മയോസിസ്. ആ 2 ഡിവിഷനുകളെ പറ്റി നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. 7ാമത്തെ ചാപ്റ്റർ തൊട്ട് ഫിസിയോളജി എന്ന പ്രവർത്തനം തുടങ്ങിയത്. ഫിസിയോളജി എന്ന് പറയുന്നതാണ് പ്ലാന്റ് ഫിസിയോളജി, സസ്യങ്ങളുടെ ശരീരത്തിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പഠനം. അപ്പൊ ഫിസിയോളജി എന്നാണ് സ്റ്റഡി ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗാനിസം. ജീവികളുടെ ജീവൽ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഫിസിയോളജി. ആ ഫിസിയോളജിയുടെ 1ാമത്തെ ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്, സസ്യങ്ങളിലെ സംവഹനം. നമുക്കറിയാം നമ്മളില് ബ്ലഡ് ഉണ്ട് സർക്കുലേറ്റ് ചെയ്യാൻ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ശരീരത്തിനകത്ത്. പക്ഷെ സസ്യങ്ങളിൽ അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ല. പക്ഷേ ചില കുഴലുകളുണ്ട്, സൈലം, ഫ്ലോയം തുടങ്ങിയ കുഴലുകളും. അവയിലൂടെ എങ്ങനെയാണ് ഈ ജലവും ലവണങ്ങളും അതുപോലെ തന്നെ വാട്ടർ മിനറൽസ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തേസ്, അതായത് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ, അത് ഫുഡ്, ഇവയൊക്കെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും ചെടികളിൽ? എന്നാൽ യാതൊരുവിധ പമ്പിംഗ് മെക്കാനിസവും ഇല്ല. നമ്മൾക്കാണെങ്കിൽ ഹാർട്ട് എന്ന് പറഞ്ഞൊരു പമ്പുണ്ട്, അതാണ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷെ ഇങ്ങനൊരു പമ്പിംഗ് ഒന്നും ഇല്ലാതെയും വെള്ളവും വാട്ടറും മിനറൽസും ഫുഡും ഒക്കെ ഈ ചെടികളിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ചില ഫിസിക്കൽ ഫോഴ്സുകൾ അവിടെ ഉണ്ട്. ആ ഫോഴ്സുകളെ പറ്റി നമ്മൾ പഠിക്കും. അവയിലൂടെയാണ് ചെടികളിൽ സംവഹന പ്രക്രിയ നടക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. അതാണ് ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ. അതുപോലെ 8ാമത്തെ ചാപ്റ്ററാണ് മിനറൽ ന്യൂട്രിഷൻ. മിനറൽ ന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെടികൾക്കെല്ലാം വളരണമെങ്കിൽ ലവണങ്ങൾ ആവശ്യമാണ്, ധാതു ലവണങ്ങൾ, അയണും ഫോസ്ഫറസും അതുപോലെ തന്നെ നൈട്രജനും കാർബണൊക്കെ അന്തരീക്ഷത്തിൽ കിട്ടും. എല്ലാ എലമെന്റുകളും വേണം. അത് വലിയ ക്വാണ്ടിറ്റിയിൽ വേണമെന്നവരുണ്ട്, മാക്രോ എലമെന്റ്സ് എന്ന് വിളിക്കും. എന്നാൽ ചെറിയ ക്വാണ്ടിറ്റി വേണമെന്നവരുണ്ട്, മൈക്രോ എലമെന്റ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇവയൊക്കെ ചെടികൾക്ക് ആവശ്യമുള്ള എലമെന്റുകളാണ്. നമുക്കറിയാം ക്ലോറോഫിലിനകത്ത് മഗ്നീഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നൈട്രജൻ ചെടികളുടെ എല്ലാ ശരീരഭാഗങ്ങളും നിർമ്മിക്കാനുള്ള പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമാണ് നൈട്രജൻ. അങ്ങനെ എല്ലാ എലമെന്റുകളും ചെടികൾക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ് ചെടികൾക്ക് വേണ്ട വ്യത്യസ്തങ്ങളായ എലമെന്റുകൾ ഏതൊക്കെയാണ്, ധാതു ലവണങ്ങൾ ഏതൊക്കെ, അവയുടെ ഫംഗ്ഷൻ എന്തൊക്കെ, അവയുടെ ധർമ്മം എന്തൊക്കെ. ഇപ്പൊ മഗ്നീഷ്യം ക്ലോറോഫിലിന്റെ സിന്തസിന് ഉപയോഗിക്കുന്നു പറഞ്ഞതുപോലെ ഓരോ എലമെന്റുകൾക്കും അതിന്റേതായ റോളുകളുണ്ട്. ആ റോളുകൾ എന്തൊക്കെ? ഇനി അവയുടെ കുറവ് മൂലം ചെടികൾക്കുണ്ടാകുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെ, എന്തെങ്കിലും ഡിഫക്റ്റുകളോ മറ്റോ അവയ്ക്കുണ്ടാകുന്നുണ്ടോ, അതിനെപ്പറ്റി പഠിക്കണം. പിന്നെ ഇത് കൂടാതെ ചാക്രികമായ ചലനം, ഈ എലമെന്റുകളുടെ നൈട്രജനെ പറ്റി വ്യക്തമായിട്ട്. നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വാതകമാണ്, 78%. എന്നിട്ടും ജീവജാലങ്ങൾ, പ്രത്യേകിച്ചും ഹയർ ഓർഗാനിസങ്ങൾ, പ്രത്യേകിച്ചും ആനിമൽസും പ്ലാന്റ്സിനും ഒക്കെ നേരിട്ട് ഇവയെ എടുക്കാൻ കഴിയില്ല. ഇവ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, നൈട്രജൻ ഫിക്സേഷൻ അഥവാ നൈട്രജൻ സ്ഥിരീകരണം എന്നാണ്. അപ്പൊ ആ നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയകളെ പറ്റി, എങ്ങനെ അവർ ആ നൈട്രജൻ സ്ഥിരീകരണ പ്രക്രിയ നടത്തുന്നു, അവയിൽ തന്നെ റൈസോബിയം പോലുള്ള സിംബയോട്ടിക്, വേരുകളുടെ മുഴകളിൽ കാണപ്പെടുന്ന സിംബയോട്ടിക് അസോസിയേഷനുള്ള റൈസോബിയത്തെ പറ്റിയും, എന്നാൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അസറ്റോബാക്ടർ എങ്ങനെയാണ് ഇവ ജീവിക്കുന്നത്, അവയുടെ എങ്ങനെയാണ് നൈട്രജനെ ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ
പഠിക്കുന്നത്. ചെടികൾക്ക് വേണ്ട എല്ലാ എലമെന്റുകളെ പറ്റിയുള്ള പഠനം, അതാണ് മിനറൽ ന്യൂട്രീഷൻ. 9ാമത്തെ ചാപ്റ്റർ ഞാൻ ഇവിടെ എഴുതാം. ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. നമുക്കറിയാം ചെടികളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. നമ്മൾ 9ലും 10ലും ഒക്കെ ആയിട്ട്, അതായത് സ്റ്റേറ്റുകാർ 9ല് CBSE-കാർ 10ലുമായിട്ട് പഠിച്ച ഒരു കോഴ്സാണ് ഫോട്ടോസിന്തസിസ്. എന്നാൽ നമ്മൾ അവിടെ ഒരു ചെറിയ ഭാഗമേ പഠിച്ചിട്ടുള്ളൂ. എല്ലാ 10ാം ക്ലാസ് പഠിച്ചിരുന്ന വളരെ ചെറിയ ഭാഗമാണ്. എന്നാൽ അതിന് ഇലോബറേറ്റ് ആയിട്ടാണ് നമ്മൾ +1ലേക്ക് വരുന്നത്. നമ്മളിവിടെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സാണ്. ലൈറ്റ് റിയാക്ഷൻ, പ്രകാശഘട്ടം, ഡാർക്ക് റിയാക്ഷൻ, ഇരുണ്ട ഘട്ടം എന്നിങ്ങനെയുള്ള 2 പ്രവർത്തനങ്ങൾ ചേരുന്നതാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഈ പ്രോസസ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മള് ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാവുന്നത് എന്നൊക്കെ, ലൈറ്റ് ആഗിരണം ചെയ്ത് ആ ലൈറ്റ് എനർജി ഉപയോഗിച്ച് എങ്ങനെ പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു, ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അത് മറ്റൊരു പ്രോസസ്. എല്ലാ ജീവികൾക്കും ജീവിക്കണമെങ്കിൽ എനർജി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. അപ്പൊ എല്ലാവരിലും ഊർജം ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രവർത്തനമാണ് റെസ്പിറേഷൻ. അല്ലാതെ ഓക്സിജൻ എടുക്കുക, കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുക എന്നത് മാത്രമല്ല റെസ്പിറേഷൻ. അത് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ട് ഓഫ് റെസ്പിറേഷൻ. എന്നാൽ ഈ എടുത്ത ഓക്സിജനെ ശരീരത്തിനുള്ളിൽ വെച്ച് വിഘടിപ്പിച്ച് എനർജി ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് റെസ്പിറേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും ഒക്കെ. ആ റിയാക്ഷനുകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. അതാണ് ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ ഫുൾ റെസ്പിറേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്റർ. അതാണ് റെസ്പിറേഷൻ. അത് ഈ ഇവിടെ പഠിക്കുന്നെങ്കിലും ഈ പ്രോസസ്സ് എല്ലാവർക്കും ഒരുപോലെയാണ്. ജീവികൾ, ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എല്ലാം ഈ രാസപ്രവർത്തനങ്ങൾ ഒരുപോലെയാണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ചാപ്റ്റർ ആണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ വരുന്നു. എന്തെന്ന് വെച്ചാൽ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ച CBSE-യിലും സ്റ്റേറ്റിലും പഠിച്ച ഒരു ചാപ്റ്ററാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, നിയന്ത്രണവും ഏകോപനം. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ് കൂടുതൽ. എന്നാൽ അവസാനം പറഞ്ഞു ജന്തുക്കളിൽ നെർവസ് സിസ്റ്റം കൂടാതെ കെമിക്കൽ കോർഡിനേഷൻ നടത്തുന്ന ഒരു ഹോർമോൺ സിസ്റ്റം കൂടിയുണ്ട്. ഹോർമോണുകളും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഹോർമോണുകൾ ഉണ്ടെങ്കിൽ സസ്യങ്ങളിൽ 5 ഹോർമോണുകളെ പറ്റി നിങ്ങൾ അവിടെ ആ ചാപ്റ്ററിന്റെ അവസാനത്തെ പേജിൽ കൊടുക്കും. ജസ്റ്റ് ആ ഹോർമോണുകൾ എന്താണ്, അതിന്റെ ജസ്റ്റ് ഒരു 1-2 ഫംഗ്ഷൻ മാത്രം കൊടുക്കും. ആ ഹോർമോണുകളാണ് ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബെർലിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ തുടങ്ങിയവ. അപ്പൊ ഈ ഹോർമോണുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കും. ഓരോ ഹോർമോണിന്റെയും എല്ലാ ഫംഗ്ഷനുകളും പഠിക്കും. സസ്യങ്ങളുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കും. സസ്യങ്ങളുടെ വളർച്ചയുടെ ഡിഫറന്റ് ഘട്ടങ്ങൾ അല്ലെങ്കിൽ രീതികൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. പിന്നെ ലൈറ്റും ഹീറ്റും ഒക്കെ എങ്ങനെ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഈ ചാപ്റ്ററിലുണ്ട്. അപ്പൊ അതാണ് അവസാനത്തെ ചാപ്റ്റർ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഒരു ചാപ്റ്ററാണ് ഈ 5 ഹോർമോണുകളെ പറ്റി ഒരു ചാപ്റ്ററാണ്, ആലോചിക്കണം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ്, ബോട്ടണിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ഇയറിൽ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നമ്മൾ തുടങ്ങാം. കാരണം നമുക്ക് ആ കണ്ടിന്യൂവേഷൻ വേണം. കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. എല്ലാ ക്ലാസ്സിലും നിങ്ങൾ തന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ അറിയാം. ഇപ്പോ റിസൾട്ട് വരാറായി, റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ സ്കൂൾ അഡ്മിഷൻ ആരംഭിക്കും. സ്കൂളിൽ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കാം, മിക്ക സ്കൂളുകളിലും തുടങ്ങുന്നത് വളരെ റയറായിട്ടുള്ള സ്കൂളുകളിലായിരിക്കും ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത്. മിക്ക സ്കൂളുകൾ തുടങ്ങുന്ന ഈ മോർഫോളജി ആയിരിക്കും. കാരണം ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് ബോറടിക്കത്തില്ല. പക്ഷെ അവർക്ക് രണ്ടും ബോറടിക്കും. അത് കാര്യമാക്കേണ്ടതല്ല. നിങ്ങൾ സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അതിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എക്സാമിന്. അത് നമ്മൾ പറഞ്ഞു, അത് വെച്ചങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് എവിടെ കിടക്കാം? ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ഒരു ചെറിയ പാർട്ട് നമുക്കൊന്ന് പഠിക്കാം. ചെറിയൊരു പാർട്ട്, കൂടുതലായിട്ടൊന്നും പോകണ്ട. കാരണം കൂടുതലായിട്ട് പോയാൽ നമുക്ക് ബോറടിക്കുന്നുണ്ട്. കുറച്ചൊരു ഭാഗം മാത്രം നമുക്ക് നോക്കാം. അപ്പോ ആദ്യം തന്നെ ബയോളജിയെ പറ്റി ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും സുവോളജി സാറിന്റെ വീഡിയോയിലും ഒക്കെ നമുക്ക് ബയോളജിയെ പറ്റി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ ആണെന്നും
ബയോളജി രണ്ടായിട്ട് തിരിക്കുന്നു, ബോട്ടണി, സുവോളജി എന്നിങ്ങനെ. അത് തന്നെ ഒരു തരംതിരിക്കലാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ബോട്ടണി അഥവാ സസ്യശാസ്ത്രം, സുവോളജി അഥവാ ജന്തുശാസ്ത്രം, ആനിമൽ സയൻസും പ്ലാന്റ് സയൻസും എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ഇതിൽ പ്ലാന്റ് സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത്. തിയോഫ്രാസ്റ്റസ് ആണ്. അദ്ദേഹവും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ചെടികളെ എന്തായിട്ട് തരംതിരിച്ചത്? ഹെർബ്, ഷ്രബ്, ട്രീസ് എന്നിങ്ങനെ തരംതിരിച്ചത്. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ കേസിലാണ് ഇവിടെ പറയുന്നെങ്കിലും ഇദ്ദേഹമാണ് ആക്ച്വലി അങ്ങനെ ഹെർബ്, ഷ്രബ്, ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടലിന്റെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു തിയോഫ്രാസ്റ്റസ്. അപ്പോ നമുക്ക് അതിലേക്ക് കിടക്കാം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പൊ എന്തിനു വേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്തു, ജീവികളെ തരംതിരിക്കും എന്ന ഒരു ചോദ്യത്തിലൂടെയാണ് നമ്മൾ ആദ്യമേക്ക് ഇതിലേക്ക് പോകുന്നത്. വൈ വി സ്റ്റഡി ക്ലാസിഫിക്കേഷൻ? വൈ സ്റ്റഡി ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്ലാന്റ്സിലേക്ക് വിടാം. എന്താണ് ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കൽ എന്നോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അറേഞ്ച്മെന്റ് ഓഫ് എനിത്തിങ് ഇൻ ടു ഗ്രൂപ്പ്സ്. കുറെ വസ്തുക്കൾ കൊണ്ട് തരുന്നു. അറേഞ്ച്മെന്റ് ഓഫ് എനിത്തിങ് ദാറ്റ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്സ്. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഒറ്റ കാര്യം നിങ്ങൾ നോക്കത്തുള്ളൂ. സിമിലാരിറ്റി, ഡിസിമിലാരിറ്റി, വ്യത്യാസവും സമാനതകളും സാമ്യങ്ങളും ആണോ? ഒരു ഉദാഹരണത്തിന് ഞാൻ കുറച്ച് മുത്തുകൾ നിങ്ങൾക്ക് കൊടുത്തത്, കുറെ മുത്തുകൾ. ആ മുത്തുകൾ പല പല വർണ്ണങ്ങളിലുള്ളതാണ്, പല പല ഷേപ്പിലുള്ളതാണ്, പല പല എന്താണ് ഷേപ്പ് മെറ്റീരിയൽസും ഉണ്ടാകും വെച്ചിട്ടുള്ളത്. പല പല നിറങ്ങൾ, പല പല ഷേപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോ അത് ഓവൽ ഷേപ്പ്, ചിലപ്പോ റൗണ്ട് ഷേപ്പ്, ചിലപ്പോ സ്റ്റാർ ഷേപ്പ്, അങ്ങനെ പല പല ഷേപ്പുകളിലായിരിക്കും. പിന്നെ വസ്തുക്കൾ ചിലപ്പോ മെറ്റൽ കൊണ്ടുള്ള മുത്തുകളായിരിക്കും, ചിലപ്പോ പ്ലാസ്റ്റിക് ആയിരിക്കും, ചിലപ്പോ ഗ്ലാസ് ആയിരിക്കും, അങ്ങനെ പലതും. അപ്പൊ നമ്മളതിനെ തരംതിരിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് കളറാണ്. അപ്പൊ കളർ വെച്ചാൽ തരംതിരിക്കും. അതിന് ചുവപ്പല്ല ഒരിടത്ത്, പച്ചയല്ല ഒരിടത്ത്, നീലയല്ല ഒരിടത്ത്, അങ്ങനെ വെച്ചു. വീണ്ടും നമുക്ക് ക്ലാസ് ചെയ്യാം. ചുവപ്പിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? ഷേപ്പ്. ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി. അതുപോലെ നമ്മൾ മാറ്റുന്ന മറ്റൊരു രീതിയാണെന്ന്, ഷേപ്പിൽ തന്നെ മെറ്റൽസ് അല്ല ഒരിടത്ത്, ഗ്ലാസ് അല്ല ഒരിടത്ത്, അതുപോലെ പ്ലാസ്റ്റിക്സ് അല്ല ഒരിടത്ത്. അപ്പൊ ഇതേപോലെയല്ലേ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ അറേഞ്ച്മെന്റ് ഓഫ് എനിത്തിങ് ഇൻ ടു ഗ്രൂപ്പ് മീൻസ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റിയാണ്. അപ്പൊ സിമിലാരിറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ഗ്രൂപ്പാക്കും. എന്നിട്ട് അതിലുള്ള ഡിസിമിലാരിറ്റി വെച്ച് വീണ്ടും എന്ത് ചെയ്യും? ഇവയെ തരംതിരിക്കും. അങ്ങനെയല്ലേ ജീവികളെ തരംതിരിച്ച് നോക്കുക. ജീവനുള്ളവർ ആണ് ജീവികൾ. അപ്പൊ ആ ജീവികളിൽ ആദ്യകാലങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് സസ്യങ്ങളും ജന്തുക്കളും മാത്രമായിരുന്നു. പിന്നീടാണ് സൂക്ഷ്മ ജീവികളെ പറ്റിയുള്ള ലോകം കണ്ടത്. അപ്പൊ ജീവലോകത്തെ ആദ്യകാലത്ത് ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെ സസ്യങ്ങളും ജന്തുക്കളുമാണ്. കാരണം ഒരിക്കലും ജീവികളുണ്ടായി, ജീവനുള്ളവ എന്നിവയിൽ വരുന്നതാണ്. അപ്പൊ ജീവനുള്ളവ പൊതുവായിട്ട് എടുത്താൽ അത് സസ്യങ്ങളും ജന്തുക്കളും വരും. ഇനി എങ്ങനെയോ സസ്യങ്ങളും ജന്തുക്കളും ആയെന്ന് ചോദിച്ചാൽ മറ്റു വ്യത്യാസങ്ങൾ എടുത്തപ്പോ സസ്യങ്ങൾക്ക് ലോക്കമോഷൻ ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ജന്തുക്കൾ ഒരിടത്ത് മറ്റിടത്തേക്ക് മൂവ് ചെയ്യുന്നു. അത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് തരും. പിന്നെ മറ്റൊന്ന്, സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണമുള്ള കഴിവുണ്ട്, ജന്തുക്കൾക്ക് അതില്ല. അപ്പൊ ഈ വ്യത്യാസങ്ങൾ എടുത്തപ്പോ സസ്യങ്ങളും ജന്തുക്കളും വ്യത്യസ്തമായി. ഒരേ ഗ്രൂപ്പിലുണ്ടായിരുന്നവ, ജീവനുള്ളവ എന്ന ഒറ്റ ഗ്രൂപ്പിലുണ്ടായിരുന്നവ വീണ്ടും എന്ത് ചെയ്യുന്നു? തരംതിരിക്കപ്പെടും. ഇനി സസ്യങ്ങളുടെ വീണ്ടും സവിശേഷതകൾ എടുത്തപ്പോഴോ സസ്യങ്ങളെ വീണ്ടും തരംതിരിക്കാൻ തുടങ്ങി, ജന്തുക്കളെയോ അവയെ തരംതിരിക്കാൻ തുടങ്ങി. അപ്പോ സിമിലാരിറ്റിയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. സിമിലാരിറ്റി വെച്ചൊരു വലിയ ഗ്രൂപ്പ് ആക്കിയിട്ട് പിന്നെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അവയെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തുകൊണ്ടേക്കും. ഇതാണ് ജീവികളിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി നമ്മൾ ക്ലാസ്? അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ഈ ക്ലാസിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടി ജീവികളെ തരംതിരിച്ചു? അപ്പൊ ഏതൊരു ക്ലാസിഫിക്കേഷന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ മേക്ക് ദ സ്റ്റഡി ഈസിയർ. പഠനം എളുപ്പമാണ് അല്ലെ? ക്ലാസിഫിക്കേഷൻ മേക്ക് ദ സ്റ്റഡി ഈസി. ഇപ്പൊ ജന്തുക്കളെയോ സസ്യങ്ങളെയോ പറ്റി പഠിക്കണമെങ്കിൽ അവയെ തരംതിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഠനം എളുപ്പമാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണ് ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിക്ഷണറിയിലെ വാക്കുകൾ ചുമ്മാതെ വലിച്ചു വാരിയിട്ടേക്കാണ് അല്ല, നമുക്കറിയാം അത് കൃത്യമായി ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോ ആ ഓർഡർ ആൽഫബറ്റിക് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വാക്കിനെ കണ്ടുപിടിച്ചുകൂടെ? ഇപ്പൊ ബയോളജി എന്ന വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബി നോക്കുന്നു, രണ്ടാമത് ഐയിലേക്ക് പോകുന്നു, പെട്ടെന്ന് നമുക്ക് ആ വാക്ക് കിട്ടുന്നു. ബി ഐയിലേക്ക് എത്തുമ്പോഴേ ഓയും വരും.
അപ്പൊ ഇതെല്ലാം 1, 2, 3 വാക്കുകളെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നേക്കുന്നത്. എല്ലാ വാക്കും എല്ലാ ലെറ്റേഴ്സും ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നേക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു ലൈബ്രറിയിൽ പോയാൽ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. തോന്നിയിടക്ക് അടുക്കി വെച്ചാൽ നമ്മൾ ഏത് പുസ്തകം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ ഓരോ സെക്ഷനായിട്ട് ഓരോന്ന് അടുക്കി വെച്ചിരുന്നാലോ ഓരോ വിഷയങ്ങളും ആ വിഷയങ്ങൾ കീഴിലുള്ള ബ്രാഞ്ചുകളും ഒക്കെ ഓരോ സെക്ഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനെ പുസ്തകങ്ങൾ എടുക്കാൻ പറ്റും. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ അവിടെ നമ്മൾ പുസ്തകങ്ങളും വാക്കുകളും ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിച്ചെങ്കിൽ ജന്തുക്കളെയോ സസ്യങ്ങളെയോ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്താ ഉപയോഗം, അവയെ പറ്റി പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. മേക്ക് ദ സ്റ്റഡി ഈസി. രണ്ടാമത്തെ നോക്കാം. ദ സ്റ്റഡി ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് ഗീവ്സ് ദ ഐഡിയ ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗ്രൂപ്പിനെ നമ്മൾ തരംതിരിച്ച് എങ്ങനെയാണ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ ജീവികൾക്കും സാമ്യതകളുണ്ടല്ലോ. അപ്പൊ ഒരു ജീവിയുടെ സാമ്യത എടുത്തെന്ന് പരിശോധിച്ചാൽ ഒരു സ്വഭാവങ്ങളെന്ന് പരിശോധിച്ചാലും അതുപോലെ ആയിരിക്കും ബാക്കിയുള്ളവ. ഉദാഹരണത്തിന് ക്യാറ്റ് ഫാമിലി, ഫെലിഡേ എന്ന് പറയും ക്യാറ്റിനെ പറ്റിയുള്ള ഫാമിലി, ജന്തുക്കളെ പറ്റിയാണ് പറയുന്നത്. എന്നാലും ആ ക്യാറ്റ് ഫാമിലിയിൽ നമുക്കറിയാം പൂച്ചയെ പോലിരിക്കുന്ന എത്രയോ ജീവികളുണ്ട്. കാട്ടുപൂച്ചയുണ്ട്, ലയൺ, ടൈഗർ, ലെപ്പേർഡ്, വെഹ്കൻ എന്താണ്, ജാഗോർ, വെഹ്കൻ എന്താണ് ഈ പറഞ്ഞ ഈ പൂച്ചയുടെ ഭാഗത്തുപെട്ടതാണ്. അപ്പൊ പൂച്ചയുടേതായ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ഒരെണ്ണത്തിന്റെ ക്യാരക്ടർ അറിയാമെങ്കിൽ ഓൾ ദ ക്യാരക്ടേഴ്സ്, ഓൾ ദ അതർ ക്യാരക്ടേഴ്സ്, മറ്റു ജീവികളുടെ ക്യാരക്ടേഴ്സ് പറയാൻ പറ്റും. അതാണ് സ്റ്റഡി ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് ഗീവ്സ് ദ ഐഡിയ ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ്. മൂന്നാമത്തത് എന്താണ്, ഇറ്റ് റിവീൽസ് എ റിലേഷൻഷിപ്പ് എമംഗ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ഇനി നമ്മൾ തരംതിരിച്ചിട്ട് വീണ്ടും തരംതിരിക്കുമല്ലോ. ഇപ്പൊ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ഗ്രൂപ്പുകളായി, വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും. വെർട്ടിബ്രേറ്റ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തപ്പോഴത്തേക്കും മാമൽസ് വന്നു, അതുപോലെ മാമൽസ് അല്ലാത്തവയും അല്ലെ. മാമൽസ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യും. മാമൽസ് എന്നാലോചിച്ച് നോക്കുക, നമ്മൾ ഒരു മാമലാണ്, കന്നുകാലികൾ മറ്റൊരു മാമലാണ്. അപ്പൊ മാമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കന്നുകാലികളെല്ലാം ഒറ്റ ഗ്രൂപ്പിൽ വരും. പക്ഷേ പ്രൈമേറ്റ് എന്ന വിഭാഗത്തിൽ വരുന്നതാണ് മനുഷ്യൻ. മറ്റത് കന്നുകാലികൾ, കാറ്റിൽസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ അത് രണ്ടാണ്. അപ്പൊ എന്നാൽ ഇവർക്ക് തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ മാമൽസ്. പ്രൈമേറ്റോ നോൺ പ്രൈമേറ്റോ ആയിക്കോട്ടെ, ദേ ആർ മാമൽസ്. അപ്പോ ഇറ്റ് ആൾസോ റിവീൽസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അപ്പൊ മനുഷ്യരും കന്നുകാലിയും എടുത്താൽ അത് രണ്ട് ഗ്രൂപ്പാണ്, പ്രൈമേറ്റുകളും നോൺ പ്രൈമേറ്റുകളും. പക്ഷെ ബോത്ത് ആർ മാമൽസ്. അപ്പൊ രണ്ടുപേർക്കുള്ള സിമിലാരിറ്റി ഐഡന്റിഫൈ. ഇത് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് എ ബയോളജിസ്റ്റ് ടു ഇന്റർപ്രറ്റ് ദ പുവർലി വിസിബിൾ ക്യാരക്ടേഴ്സ് ഓഫ് ഫോസിൽ ഓർഗാനിസം. അതായത് ബയോളജിസ്റ്റ്, ജീവശാസ്ത്രകാരന്മാർക്ക് ഇപ്പൊ ഫോസിലുകളിൽ നിന്നും എല്ലാ വിവരങ്ങളും ലഭ്യമാകണമെന്നില്ല. ഫോസിലുകൾ അറിയാലോ, വളരെ പഴയ കാലത്തെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളാണ്. അവയിലൂടെ നമുക്ക് ജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും. ദിനോസറുകൾ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത് ഫോസിലുകൾ വഴിയാണ്. അപ്പൊ ആ ദിനോസറുകളുടെ തന്നെ അസ്ഥികൾ കിട്ടിയതാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും ഹ്യൂജ് ഭീമാകാരനായിട്ടുള്ള ഈ ജീവി ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞത്. എന്നാൽ ഇന്നും മനുഷ്യന് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം, ദിനോസറുകളുടെ നിറം എന്താണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അതിൽ പല നിറങ്ങൾ, ഗ്രേ കളറും ആഷ് കളറും ഈവൻ ഗ്രീൻ കളറും ഒക്കെ നമ്മൾ കണ്ടത്. പക്ഷെ ഈ നിറങ്ങളൊക്കെ ആക്ച്വലി അതിന്റെ ഒറിജിനൽ നിറങ്ങളാകണമെന്നില്ല. അത് ചിത്രകാരന്റെ ഭാവനയിൽ കൊടുത്തിട്ടുള്ള നിറങ്ങളാണ്. ഇത് എങ്ങനെ ചിത്രകാരന്റെ ഭാവനയിൽ നിറം കൊടുക്കുന്നറിയാമോ? അതായത് ഈ വരുന്ന ഈ ദിനോസറുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽ ഇഴജന്തുക്കളിൽ വരുന്ന റെപ്റ്റീലിയ കുടുംബത്തിൽ വരുന്ന റെപ്റ്റീലിയത്തിൽ വരുന്നത്. അപ്പൊ ഈ റെപ്റ്റീലിയൽ ഉള്ള ജീവികളൊക്കെ നമ്മൾ പിന്നെ മറ്റൊരെടുത്ത് നോക്കുക. ഇപ്പൊ ഓന്ത്, ലിസാർഡ് അല്ലെ, പല്ലി, ഇവയുടെയൊക്കെ പുറമേയുള്ള സ്കിന്നിന്റെ കളറും അപ്പിയറൻസും വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഓർഗാനിസത്തിന് ഈ ഒരു നിറം കൊടുത്തേക്കുന്നത്. അല്ലാതെ ഇതിന്റെ ഒറിജിനൽ നിറമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതെങ്ങനെ പറയാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇതിന്റെ വർഗത്തിൽപ്പെട്ട റെപ്റ്റൈൽസ് ഇപ്പോഴും ഭൂമിയിലുണ്ട്. ദിനോസറുകളെ വിളിക്കുന്നത് ജയന്റ് ലിസാർഡ്സ്, ഭീമൻ പല്ലികളെന്നാണ്. ആ പല്ലികൾ ഇന്ന് ഭൂമിയിലില്ലേ? ആ പല്ലികളുടെ പുറമേയുള്ള അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ദിനോസറുകൾക്കും ഈ നിറങ്ങളായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പുവർലി വിസിബിൾ ക്യാരക്ടറാണ് ഈ നിറം. പക്ഷെ അത് എങ്ങനെ പ്രഡിക്ട് ചെയ്തു? അവയുടെ ബന്ധമുള്ള ജീവികൾ ഇന്ന് ഭൂമിയിലുള്ളതും അത് വെച്ച് പറഞ്ഞു.
അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷന്റെ ഉപയോഗം. ഒന്ന് ഞാൻ എഴുതി നോക്കുക. ഒന്നാമതെന്താണ്? ഇറ്റ് മേക്സ് ദ സ്റ്റഡി ഇറ്റ് മേക്സ് the study easy. Classification makes the study easier or easy. Classification helps. It helps in the identification of organs. It helps in the identification of organisms. More study of representatives from each group gives the idea of the entire group. അല്ലെ, ഒരു ഗ്രൂപ്പിലെ ഒരു റെപ്രസെന്റേറ്റീവിനെ എടുത്താൽ ആ ഗ്രൂപ്പിലെ എല്ലാ ജീവികളുടെയും ക്യാരക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ ഐഡിയയും കിട്ടും. ഓർക്കുക. അതാണ് നാലാമതാണ് പറഞ്ഞത്. ഇറ്റ് റിവീൽസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബന്ധം different group of organisms. Relationship between different group of organisms. നാലാമത്തെ പോയിന്റ് എഴുതാം. It helps biologists to interpret poorly visible characters of fossil organisms. These are the this is why biological classification is important എന്ന് പറയാൻ കാര്യം. അപ്പൊ ഇത്രയും ഓർത്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പരീക്ഷയ്ക്കൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ഒന്ന് മനസ്സിൽ നമ്മൾ തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നേ. ഒന്ന്, ഇറ്റ് മേക്ക് ദ സ്റ്റഡി ഈസി. പഠനം എളുപ്പമാക്കും. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ an organism. ഒരു ജീവിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞില്ലായിരുന്നാലും പറയാം. ഒരു ജീവിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു മറ്റുള്ള ഒരു ഓർഗാനിസം നമ്മൾ വഴി വെച്ച് കണ്ടു. ഇത് ഏത് ജീവിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവികളുടെ സവിശേഷതകൾ നോക്കിയാൽ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിൽപ്പെട്ട ജീവികളാണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പത്രത്തിൽ ന്യൂസ് തരുന്നു, പൂച്ചയെ പോലൊരു ജീവിയെ ഒരിടത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആളുകൾ വന്യജീവി വകുപ്പിനെ അറിയിച്ചു. അപ്പൊ അവര് വന്ന് ഇതിനെ ഐഡന്റിഫൈ ചെയ്തു. അത് കാട്ടുപൂച്ചയാണ്. അതിന്റെ ചെവിക്കൊരു പ്രത്യേകതയുണ്ട്. ചെവി ഇങ്ങനെ കൂർത്തു വന്നിട്ട് ആ രോമങ്ങൾ ചെവിയുടെ അറ്റത്ത് നീണ്ടിരിക്കും. അത് കാട്ടുപൂച്ചയുടെ ഒരു ലക്ഷണമാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാണ് ആ എക്സ്പേർട്ടിന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏത് തരം ജീവിയാണ്. അപ്പൊ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. മൂന്ന്, സ്റ്റഡി ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. റെപ്രസെന്റേറ്റീവ് മീൻസ് ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ. അവയെ പറ്റി പഠിച്ചാൽ ആ ഗ്രൂപ്പിന്റെ മൊത്തം ഐഡിയ കിട്ടും. കാരണം ഇവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സിമിലാരിറ്റി അടിസ്ഥാനത്തിലാണ്. ഇറ്റ് റിവീൽസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്നതാണ്. പല ഗ്രൂപ്പിൽപ്പെട്ട ജീവികൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി മനസ്സിലാക്കാനും സഹായിക്കും. ഇതാണ് ക്ലാസിഫിക്കേഷന്റെ ഉപയോഗം. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞതാണ്. ഇത് ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല. എക്സ്ട്രാ കാര്യമായിട്ട് ഓർത്താൽ മതി. പരീക്ഷയ്ക്കൊന്നും പഠിക്കണമെന്നില്ല. ഇനി നമുക്ക് ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അതിലേക്ക് വരാതാണ്. ഫസ്റ്റ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ദ ഫൗണ്ടർ ഓഫ് ബയോളജി. ആരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പൊ അരിസ്റ്റോട്ടിൽ തന്നെയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അരിസ്റ്റോട്ടിൽ 3rd സെഞ്ചുറി BC അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അതാണ് BC 3rd 3rd
ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ക്യാരക്ടർ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ചെടികളെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ്, തിയോഫ്രോസ്റ്റസ് ആണ് ചെയ്തതെങ്കിലും നമുക്ക് അത് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പറയാം. ഹെർബ്, വളരെ സോഫ്റ്റ് സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റുകൾ, shrubs, medium sized woody plants, trees, large woody plants. വളരെ ചെറിയ സോഫ്റ്റ് സ്റ്റെം ആയിട്ടുള്ള വളരെ മൃദുവായ സ്റ്റെമുള്ള കാണ്ഡമുള്ള സസ്യങ്ങളാണ് ഹെർബേഷ്യസ് പ്ലാന്റ്സ്. shrubs എന്ന് പറയുമ്പോൾ കുറ്റിച്ചെടികൾ കൂടി, മീഡിയം സൈസ് വുഡി പ്ലാന്റ്. നമ്മുടെ വീട്ടിലുള്ള എന്താണ് ചെമ്പരത്തി ഒരു ഷ്രബാണ്, ബോഗൺവില്ല ഒരു ഷ്രബാണ്. അപ്പൊ ഇതൊക്കെ ഒരു മുസാൻഡ എന്ന് പറയുന്ന പ്ലാന്റ്, അതൊക്കെ ഷ്രബാണ്. കറിവേപ്പില പ്ലാന്റ് ഉണ്ട്, അതൊരു ഷ്രബാണ്. ഇതൊക്കെയാണ് ഷ്രബ്, മീഡിയം സൈസ് വുഡി പ്ലാന്റ്. എന്നാൽ ട്രീസ്, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ ഒക്കെ ട്രീസിന് വരും. തേക്കൊക്കെ വരും, ടീ പ്ലാന്റ് ഒക്കെ. അതുപോലെ അനിമൽസിന് അദ്ദേഹം ക്ലാസിഫൈ എങ്ങനെ അറിയാമോ? അന്ന് ഉണ്ടായിരുന്ന ക്യാരക്ടർ റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ്. നോക്കുക, ചുവന്ന രക്തമുള്ളവരും ചുവന്ന രക്തം ഇല്ലാത്തവരും. നോക്കുക, ഹയർ ഓർഗാനിസങ്ങളായ മനുഷ്യരുൾപ്പെടെയുള്ള ജീവികൾക്കെല്ലാം രക്തത്തിന് ചുവപ്പ് നിറമാണ്. കാരണം ഓക്സിജനെ കൊണ്ടുപോകണമെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു ആവശ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ പ്രാണിവർഗത്തിൽപ്പെട്ട ഇൻസെക്റ്റുകൾ വരുന്ന ആർത്രോപോഡ് എന്നറിയപ്പെടുന്ന ഒരു ഫൈലമുണ്ട്, നിങ്ങൾ പഠിക്കും. അവയ്ക്ക് ചുവന്ന രക്തമില്ല, രക്തമുണ്ട്, പക്ഷെ രക്തത്തിൽ ചുവപ്പ് നിറം ഹീമോഗ്ലോബിൻ ഇല്ല. പ്രാണികൾ, പാറ്റ, പുൽച്ചാടിയൊക്കെ എടുത്ത് നോക്കിയാൽ ഇവരെ നമുക്ക് കൊന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചുവന്ന രക്തമില്ല. അപ്പൊ നോൺ റെഡ് ബ്ലഡഡ് ആണ്. ഇങ്ങനെയാണ് അദ്ദേഹം ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ ഇതേ ക്ലാസ് ചെയ്യുന്ന ഈ രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ എടുത്തേക്കുന്നത്. സിമ്പിൾ മോർഫോളജിക്കൽ എന്ന് വെച്ചാൽ ബാഹ്യപരമായ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ക്ലാസിഫൈ ചെയ്തത് ലഘുവായ ബാഹ്യ സ്വഭാവങ്ങൾ വെച്ചാണ് ക്ലാസിഫൈ ചെയ്തത്. എന്നാൽ പിന്നീട് ക്ലാസിഫിക്കേഷൻ വന്ന് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വന്നു. ആ ക്ലാസിഫിക്കേഷൻ ആദ്യമായി നടത്തിയത് ആരെന്ന് നോക്കാം. ഇത് നമുക്കറിയാം, ഇത് അന്നത്തെ കാലത്ത് അത് ശരിയായിരുന്നെങ്കിലും പിന്നീട് വന്നപ്പോ അതിലും മിസ്റ്റേക്കുകളുണ്ട്. അതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന ആ ക്ലാസിഫിക്കേഷന്റെ വരവ്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ആണ് കാൾ ലിനേയസ് എന്നാണ് പറയുന്നെങ്കിലും എഴുതുന്നത് കരോളസ് ലിനേയസ് എന്നാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ടാക്സോണമി എന്നാണ്. ടാക്സോണമി എന്ന് പറഞ്ഞാലും വർഗീകരണ ശാസ്ത്രം എന്നാണ് അർത്ഥം. ക്ലാസിഫിക്കേഷൻ എന്നാണ് അർത്ഥം, വർഗീകരണ ശാസ്ത്രം. അപ്പോ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസിനെയാണ്. അപ്പൊ ഇദ്ദേഹം കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ആണ് ടു കിങ്ഡം. ഒന്നുമില്ല, ലിവിംഗ് വേൾഡിനെ അദ്ദേഹം രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാ അദ്ദേഹം വിളിച്ചെങ്ങനെയാണ്? കിങ്ഡം പ്ലാന്റേ. പ്ലാന്റേ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിങ്ഡം എന്നാണ് അർത്ഥം. കിങ്ഡം അനിമേലിയ. അനിമേലിയ ദാറ്റ് ഈസ് അനിമൽ കിങ്ഡം. ഇങ്ങനെയാണ് അദ്ദേഹം ക്ലാസ് ചെയ്തത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം ചില ക്രൈറ്റീരിയകളൊക്കെ ഉപയോഗിച്ചിരുന്നു. സെൽവാൾ ഉള്ളവരെ എല്ലാം പ്ലാന്റ് കിങ്ഡത്തിലും സെൽവാൾ ഇല്ലാത്തവരെ എല്ലാം അനിമൽ കിങ്ഡത്തിലും ഉൾപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അന്നത്തെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ പ്ലാന്റ് കിങ്ഡത്തിൽ സസ്യങ്ങളെ കൂടാതെ ബാക്ടീരിയകൾ, ഫംഗസുകൾ, ഇവയൊക്കെ പ്രോട്ടിസ്റ്റ, പ്രോട്ടോസോമനുകൾ ഇവയൊക്കെ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അന്നത്തെ കാലത്ത് ജീവികൾ എന്ന് പറയുന്നത് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന, അതായത് സസ്യങ്ങളും ജന്തുക്കളും മാത്രമായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കിയത് ഇവ മാത്രമല്ല, സൂക്ഷ്മജീവികളും ഉണ്ട്. സൂക്ഷ്മങ്ങളായ അനേകം ജീവികളും കാണപ്പെടുന്നുണ്ട്. പിന്നീടാണ് അവയെ തരംതിരിക്കാൻ വേണ്ടി പ്രത്യേക ഗ്രൂപ്പുകൾ തുടങ്ങിയത്, പിന്നീടുള്ള ക്ലാസിഫിക്കേഷനുകളിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. അദ്ദേഹം കുറെ കോൺട്രിബ്യൂഷനുകളുണ്ട്. അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന ചില പുസ്തകങ്ങളാണ്, പഠിക്കണമെന്നില്ല, ഓർത്തു വെച്ചാൽ മതി. സ്പീഷീസ് പ്ലാന്റേറം, സ്പീഷീസ്
പ്ലാന്റേറം എന്ന പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1753 ആ പുസ്തകം ഇറങ്ങിയത്. അതിൽ അദ്ദേഹം 5900-ഓളം സ്പീഷീസ് പ്ലാന്റ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രമാണ്, എക്സാമിനൊന്നും ചോദിക്കില്ല. അതുപോലെ മറ്റൊരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ സിസ്റ്റമ നാച്ചുറേ. അതിൽ അദ്ദേഹം അത് 1758 അതിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തേക്കുന്നത് ഏകദേശം 4200 സ്പീഷീസ് ആനിമൽസിനെയാണ്. അപ്പൊ പ്ലാന്റ്സിനെ ആനിമൽസിനെ ഇങ്ങനെ വ്യക്തമായി ക്ലാസിഫൈ ചെയ്ത് 2 പുസ്തകങ്ങളിലായിരുന്നു. സ്പീഷീസ് പ്ലാന്റേറം, ആ പേര് തന്നെ ഉണ്ട്, പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ 5900-ഓളം സ്പീഷീസ് പ്ലാന്റ്സിനെയും, സിസ്റ്റമ നാച്ചുറേ എന്ന പുസ്തകത്തില് 4200-ഓളം സ്പീഷീസ് ആനിമൽസിനെയും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹമാണ് മറ്റൊരു വാക്ക് കൊണ്ടുവന്നതാണ് സിസ്റ്റമാറ്റിക്സ്. ഈ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. സിസ്റ്റമാറ്റിക്സ് എന്ന വാക്കിന്റെ മീനിങ് ടാക്സോണമി എന്ന് തന്നെയാണ്, ക്ലാസിഫിക്കേഷൻ എന്ന് തന്നെയാണ്. ഇറ്റ്സ് എ ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡ് സിസ്റ്റമ. സിസ്റ്റമ എന്ന വാക്ക് എന്താണ് ആദ്യമായിട്ട് അദ്ദേഹം പുസ്തകത്തിലാണ് യൂസ് ചെയ്തത്? ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ മീനിങ് ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ആ സിസ്റ്റമയിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്നൊരു വാക്കുകൊണ്ടുണ്ടായത്. ക്ലാസിഫിക്കേഷന്റെ വാക്കുകളാണ് ടാക്സോണമി, സിസ്റ്റമാറ്റിക്സ് തുടങ്ങിയവയ്ക്ക്. അപ്പൊ ഇതില് ലിനേസിന്റെ കോൺട്രിബ്യൂഷൻ ഇവയൊക്കെയാണ്. പിന്നെ ഇത് കൂടാതെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊന്നാണ് ബൈനോമിയൽ. അത് സോളജി പഠിക്കും. ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അതറിയാം നിങ്ങൾക്ക്. ഒരു ജീവിക്ക് 2 പേരുകൾ കൊടുക്കുന്ന രീതി, ജീനസ് നൈമും സ്പീഷീസ് നൈമും. ഹോമോ സാപ്പിയൻസ് അല്ലെ, കോക്കസ് ന്യൂസിഫറ, ഹൊറൈസ സറ്റൈവ അല്ലെ, ഫെലിക്സ് ഡൊമസ്റ്റിക്ക, ഇങ്ങനെയൊക്കെ പേരുകൾ കൊടുക്കും. ഇവയ്ക്കെല്ലാം 2 പേരുകളാണ്. ആദ്യത്തെ പേര് ജീനസ് നൈം, രണ്ടാമത്തെ പേര് സ്പീഷീസ് നൈം. ആ ഒരു നൈമിംഗ് രീതി കൊണ്ടുവന്നത് ലിനേയസ് ആണ്. ഇതൊക്കെ അതിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതൊന്നും കൂടുതലേക്ക് നമ്മൾ കടക്കുന്നില്ല, ഇത്രയും മതി. ഇനി ലിനേയസിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓക്കെ, അത് വളരെ ഈസി ആയിരുന്നു. ഈസി ആയിട്ട് ആണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. പ്ലാന്റ്സിനെ ആനിമൽസിനെ ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ, മൈക്രോബിയൽ വേൾഡിനെ പ്രത്യേകം ക്ലാസിഫൈ ചെയ്തില്ല. എന്തൊക്കെയായിരുന്നു അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലിനേയസ് ക്ലാസിഫിക്കേഷൻ? 1, this classification does not distinguish unicellular and multicellular organisms. ശരിയല്ലേ? പ്ലാന്റ്സും ആനിമൽസും എല്ലാം മൾട്ടിസെല്ലുലർ ആണ്. പ്ലാന്റ്സിനകത്ത് തന്നെ മൈക്രോബിയൽ വേൾഡും ഉണ്ട്. അപ്പൊ ഈ ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. ഏകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും ക്ലാസിഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടായ ബാക്ടീരിയ പ്ലാന്റത്തില, പ്ലാന്റം ആക്ച്വലി യൂകാരിയോട്ടാണ്. അപ്പൊ പ്രോകാരിയോട്ട് യൂകാരിയോട്ട് ഒരു കിണ്ണത്തിൽ വന്നാൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. Does not distinguish prokaryote and eukaryotic organism. And the last one does not distinguish photosynthetic and non-photosynthetic. അതിനർത്ഥം ഫംഗസുകൾ പ്ലാന്റത്തിൽ ഉൾപ്പെടുത്തുന്നു. ഫംഗസുകൾ നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഇല്ല. മഷ്റൂം, കുമിളുകൾ, പച്ചനിറമുണ്ടോ? ഇല്ല. അപ്പൊ അവയ്ക്ക് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഇല്ല, പക്ഷെ പ്ലാന്റ്സിനുണ്ട്. അപ്പോ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസങ്ങളെയും നോൺ ഫോട്ടോസിന്തറ്റിക്കിനെയും ക്ലാസ് ചെയ്തു. ദീസ് ആർ ദ 3 ഡിസ്അഡ്വാൻറ്റേജ്. ഞാൻ എഴുതിയിടുന്നില്ല, അതൊക്കെ തന്നെ പറയാവുന്നതേ. ഒന്ന്, does not distinguish unicellular and multicellular organisms. It does not distinguish prokaryotic and eukaryotic organisms. And this classification does not distinguish photosynthetic and non-photosynthetic organisms. These are the disadvantages of 2-kingdom classification. Then അതിനുശേഷം പിന്നീട് 3-kingdom classification വന്നു. അതൊക്കെ ഞാൻ നോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിൽ ചോദിക്കത്തില്ല, വായിച്ചു കൊണ്ടാണ്. അതിൽ ഒരു കിങ്ഡോട് ആഡ് ചെയ്തു, പ്രോട്ടിസ്റ്റ. ആ പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡത്തെ ആഡ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കൽ. നോട്ടിനകത്തുണ്ട്, ഞാൻ നോട്ട് അയക്കുമ്പോഴത്തേക്ക് കാണാം. ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് 3-kingdom ക്ലാസിഫിക്കേഷൻ. അപ്പൊ അഡീഷണൽ ഒരു കിങ്ഡോടായി. അതൊക്കെ കിങ്ഡം പ്രോട്ടിസ്റ്റ, പ്ലാന്റേ, അനിമേലിയ. പ്ലാന്റേ, അനിമേലിയ ഓൾറെഡി ഉണ്ട്. അതിനോട് പ്രോട്ടിസ്റ്റയിലാണ് ഈ ഇവരെല്ലാം ഉൾപ്പെടുത്തി. ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, പ്രോട്ടോസോവൻ, ഇവയൊക്കെ പ്രോട്ടിസ്റ്റയിലാണ്. എന്നാൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്.
പിന്നീട് വന്നൊരു സയന്റിസ്റ്റ് കോപ്ലാൻഡ്, COPELAND, എയുടെ സൈക്കിളിന് ശേഷം കോപ്ലാൻഡ് എന്ന സയന്റിസ്റ്റ് വന്നു. അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അഡീഷണൽ ഒരു കിങ്ഡം കൂടെ വന്നു, മൊണീറ. ഈ ബാക്ടീരിയകളെല്ലാം കൂടെ മൊണീറയിലാണ്. അപ്പൊ പിന്നെ പ്രോട്ടിസ്റ്റയിൽ പിന്നെ വരുന്ന ഫംഗസും പ്രോട്ടോസോവൻസും ആൽഗിയും. അപ്പൊ മൊണീറ, ഓൾ ദ പ്രോകാരിയോട്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻടു മൊണീറ. അപ്പൊ മൊണീറ എന്ന കിങ്ഡം ഇൻട്രൊഡ്യൂസ് ആരാണെന്ന് ചോദിച്ചാൽ കോപ്ലാൻഡ് ആണ്. പ്രോട്ടിസ്റ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഏണസ്റ്റ് ഹേഗൻ. പിന്നീടാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇനി പഠിക്കണം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്കിനി അടുത്ത പഠിക്കേണ്ടതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ ഒരെണ്ണോടെ വന്നു ഫംഗസ്. അങ്ങനെ ടോട്ടൽ കിങ്ഡം എന്തായി? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പൊ അവസാനം വന്ന കിങ്ഡമാണ് ഫംഗൈ. അപ്പൊ ഇത് ഉൾപ്പെടുന്ന 5 കിങ്ഡങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസിഫിക്കേഷനാണ് റോബർട്ട് എച്ച് വിത്തേക്കർ എന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇതില് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടേ പറഞ്ഞിട്ടുള്ളൂ. പഠിക്കേണ്ട ഭാഗം ഒന്നേ പറഞ്ഞുള്ളൂ. ഏതാണ്? ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ ഡിസഡ്വാൻറ്റേജും മാത്രം. ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ച് കേട്ടുവിട്ടേ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക, ബാക്കി വായിച്ചു വിട്ടേക്കുക. ഓക്കെ, അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ഇപ്പൊ ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ നേരിട്ട് ക്ലാസ് തുടങ്ങും നേരിട്ട് ചോദിക്കുക. ഇപ്പോൾ ഉള്ള വിഷയങ്ങളെല്ലാം വാട്സാപ്പിലൂടെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു മക്കളെ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.